അക്ഷരദീപമതേന്താം കയ്യിൽ അറിവിൻ ദീപമതേന്താം വായന വാഴും വനികയിൽ വിടരും വാടാമലരികൾ ഞങ്ങൾ അകവും പുറവും തെളിമയിലുണരാൻ അക്ഷരദീപമതേന്താം കയ്യിൽ അറിവിൻ ദീപമതേന്താം. ചിരിക്കാം നിത്യം ഒത്തിരിയോർത്തു ചിരിക്കാം വായന വാഴും വനികയിൽ വിടരും വാടാമലരികൾ ഞങ്ങൾ അകവും പുറവും തെളിമയിലുണരാൻ അക്ഷരദീപമതേന്താം കയ്യിൽ അറിവിൻ ദീപമതേന്താം. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേട് അരികിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. രവിയും ഖസാക്കും അപ്പുക്കിളിയും മൈമനയും ഏകാധിപത്യ വിദ്യാലയവും കൂമൻകാവും ഒരു മലയാളിക്കും അപരിചിതമല്ല. ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ. മലയാളത്തിലെ സാഹിത്യമുള്ള ആദ്യ നോവലുകൾ ബഷീറിന്റെ ബാല്യകാലസഖിയാണ്. അല്ല, രണ്ടിടവഴിയാണോ? അതല്ലല്ലോ. ഹലോ, ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. ഇന്ദുലേഖയും മാധവനും കഥാപാത്രങ്ങളാകുന്ന ഈ നോവൽ കേരള ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ ജീവിത തുടിപ്പുകൾ തനിമയുള്ള ഭാഷയിൽ ആവിഷ്കരിക്കുന്ന തകഴിയുടെ മാസ്റ്റർ പീസ് നോവൽ രണ്ടിടങ്ങഴി. കാത്തിരിപ്പിന്റെ തീവ്രതയെ വളരെയധികം മനോഹരമായി വളരെയധികം ഭംഗിയായി അവതരിപ്പിച്ച് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവൽ നമ്മുടെ എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അത് വളരെ കാവ്യാത്മികമായും ലളിതമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ആരാണ് എന്നെ വലിഞ്ഞു കെട്ടി കയത്തിലിട്ട എന്ന ചോദ്യത്തിന് ശത്രു എന്ന് മാത്രം മറുപടി പറഞ്ഞപ്പോൾ അയാൾ ഉപദേശിച്ചു, ശത്രുവിനോട് ഒരിക്കലും ദയ കാട്ടരുത്. ദയയിൽ നിന്നും കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വെറുതെ വിടാം, പക്ഷെ മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. രണ്ടാം മുഴം MT വാസുദേവൻ നായർ. അകവും പുറവും തെളിമയിലുണരാൻ അക്ഷരദീപമ